ധന്യ, ഈ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് 1 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ആ ബൂമർ ബബിൾഗം ഇപ്പോഴും 1 രൂപ തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ മേനി അടിക്കാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതിൻ്റെ അളവിലും വലിപ്പത്തിലും ഒക്കെ വലിയ കുറവുണ്ട്. വിക്സ് മിഠായി ഒരു കാലത്ത് 1 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോഴും 1 രൂപയ്ക്ക് ഉണ്ടായിരുന്ന വിക്സ് മിഠായി ഇപ്പോൾ ബട്ടൺ വലിപ്പത്തിലായിട്ടുണ്ട്. ഇതേപോലെ പല ഉൽപ്പന്നങ്ങളും 10 രൂപയ്ക്ക് കിട്ടുന്ന ടൈഗർ ബിസ്ക്കറ്റിന് ഇപ്പോഴും 10 രൂപ തന്നെ ഉള്ളൂ, പക്ഷേ അതിൻ്റെ വലിപ്പം കുറഞ്ഞു, എണ്ണം കുറഞ്ഞു. പിന്നെ ആശ്വസിക്കാവുന്ന അന്നും 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു, ഇന്നും 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു എന്ന് മാത്രം. പക്ഷെ പെട്രോളിൻ്റെ അളവ് എന്തും മാത്രമായെന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, അതിൻ്റെ ഉദാഹരണമായിട്ട് പുള്ളി കാണിച്ച ഒരു സംഗതിയുണ്ട്. നമ്മൾ കഴിക്കുന്ന ടിക് ടാക്ക് എന്ന് പറയുന്ന ഒരു മൗത്ത് ഫ്രഷ്നർ മിഠായി ഉണ്ടല്ലോ, അത് മുൻപ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പാക്കറ്റ്, അത് നമ്മുടെ ഈ തീപ്പെട്ടി വലിപ്പത്തിലുള്ള ഒരു പാക്കറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കയിൽ ഇപ്പോൾ ആ ഒരു വലിപ്പത്തിലുള്ള പാക്കറ്റ് ടിക് ടാക്ക് കൊണ്ട് അതിൻ്റെ ചെറുത് മിനിയേച്ചർ ടൈപ്പ് ഒരു 6-7 മിഠായി മാത്രമുള്ള ചെറിയ പാക്കറ്റ്. അപ്പോൾ അത് രണ്ടും കൂടി ഉയർത്തിക്കാട്ടി ട്രംപ് നിമിഷാർത്ഥം കൊണ്ട് എന്താണ് വിലക്കയറ്റം, എന്താണ് പണപ്പെരുപ്പം എന്നുള്ളത് കാണിച്ചു കൊടുത്തു. കാര്യം അത്രയും വലിയ തുകയ്ക്ക് വാങ്ങാൻ ഇപ്പോൾ ആളില്ല. ഇപ്പോൾ ചെറിയ വലിപ്പത്തിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുണ്ട്. ഇത് ഒരു സൂചകനെയാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് അവതരിപ്പിച്ചത്. ഇപ്പോൾ സമാനമായ രീതിയിൽ മക്ഡൊണാൾഡ്സ് ലോകത്തെമ്പാടുമുള്ള വലിയൊരു ഭക്ഷണ ശൃംഖലയുടെ പേരാണ്. അവരും ഇതേ രീതിയിൽ വില കുറഞ്ഞ സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. അമേരിക്കയിൽ ഗതികേടിലായി അമേരിക്ക, അല്ലേ? അമേരിക്ക സാമ്പത്തികമായി പ്രത്യേകിച്ച് ഭക്ഷണ മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഈ ഇന്ത്യക്ക് താരിഫ്, ഇന്ത്യക്ക് പിന്നെ ബ്രസീലിനൊക്കെ താരിഫ് കൊടുത്ത അമേരിക്കയ്ക്ക് തിരിഞ്ഞു കൊത്തുന്നു ആ പണികൾ എന്നുള്ള തരത്തിലാണിപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ അത്രമാത്രം താറുമാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ഹാംബർഗിൻ്റെ വിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം അളക്കാനാകുമെന്ന് തോന്നുന്നുണ്ടോ? മാക്ഡൊണാൾഡ്സിന്റെ സമീപകാല വില കുറയ്ക്കൽ നയം കേവലം ഒരു ബിസിനസ് തന്ത്രമല്ല, മറിച്ച് അമേരിക്കൻ സാധാരണക്കാരൻ്റെ വാലറ്റിന്റെ കനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. ഫാസ്റ്റ് ഫുഡ് ശൃംഖല എന്ന നിലയിൽ മാക്ഡൊണാൾഡ്സ് ഒരു സാമ്പത്തിക ബാരോമീറ്ററിനെ പങ്കു വഹിക്കുന്നു. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ആളുകൾ ആദ്യം ചെയ്യുന്നത് പുറത്തുള്ള ഭക്ഷണ ചെലവ് കുറയ്ക്കുകയാണ്. വാല്യൂ മീൽസ് എന്ന പേരിൽ കമ്പനി കൊണ്ടുവന്ന പദ്ധതി യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതിൻ്റെ അംഗീകാരമാണ്. ഫെഡറൽ റിസർവിൻ്റെ ഇരട്ട ലക്ഷ്യങ്ങൾ, ഇതാണ് ഈ സാമ്പത്തിക നയത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നതിൽ വരുന്നത്. പണപ്പെരുപ്പ നിയന്ത്രണവും തൊഴിൽ സൃഷ്ടിയും പരസ്പര വിരുദ്ധമായ ദിശകളിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഉയർന്ന പലിശ നിരക്കുകൾ പണപ്പെരുപ്പ് കുറച്ചിരുന്നുവെങ്കിലും അത് ബിസിനസ് വളർച്ചയെ ശ്വാസം മുട്ടിച്ച് തൊഴിൽ വിപണിയിൽ സ്തംഭനാവസ്ഥ സൃഷ്ടിച്ചു. യഥാർത്ഥ പ്രശ്നം ഇതാണ്. സാധാരണക്കാരന് തൻ്റെ റിയൽ വേജ് പണപ്പെരുപ്പം കണക്കിലെടുത്തുള്ള ശമ്പളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ജോലി ഉണ്ടെങ്കിലും വരുമാനത്തിൻ്റെ വാങ്ങൽ ശേഷി ദിനം പ്രതി ചോർന്നു പോകുന്നു. ബിഗ് ബോക്സ് റീറ്റെയിൽമാരായ വാൾമാർട്ട്, ടാർഗറ്റ്, ഹോം ഡിപ്പോ എന്നിവയുടെ വിൽപ്പന കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തമായ പാറ്റേൺ കാണാം. അവശ്യ വസ്തുക്കളുടെ വിൽപ്പന സ്ഥിരത പാലിക്കുന്നു, എന്നാൽ വിവേകാധികാര വാങ്ങലുകൾ ഗണ്യമായി കുറയുന്നു. ആളുകൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്നത് നിരസിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണിത്. അതായത് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടാമെന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ മാറി നമുക്ക് എന്താണോ ആവശ്യം അത് മാത്രം വാങ്ങുന്ന രീതിയിലേക്ക് ആളുകൾ ചുരുങ്ങുന്നു എന്നുള്ളതാണ്. ഔദ്യോഗിക തൊഴിലില്ലായ്മ നിരക്ക് താരതമ്യേന കുറവാണെന്ന് പറയുന്നെങ്കിലും തുടർച്ചയായുള്ള ക്ലെയിമുകളുടെ സംഖ്യ വർദ്ധിക്കുന്നത് വ്യത്യസ്തമായ ഒരു കഥ പറയുന്നു എന്നാണ് ഇതിനർത്ഥം. ലഭ്യമായ ജോലികൾ ഗുണനിലവാരം കുറഞ്ഞതോ താൽക്കാലികമോ ആണ്. മുഖ്യധാര മാധ്യമങ്ങളിലും സാമ്പത്തിക റിപ്പോർട്ടുകളിലും സേഫ് ലാൻഡിംഗ് എന്ന പദപ്രയോഗം കൂടുതലായി കേൾക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരൻ്റെ അനുഭവം വ്യത്യസ്തമാണ്. അവർക്ക് സാമ്പത്തിക കുറവുകൾ അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ ഇത് പെട്ടെന്നുള്ള തകർച്ചയേക്കാൾ ക്രമേണ ശക്തി ചോർന്നു പോകുന്ന സ്വഭാവമാണ്. ഫെഡറൽ റിസർവിൻ്റെ ഇപ്പോഴത്തെ നയം ഒരു കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ പണപ്പെരുപ്പം വീണ്ടും തലയുയർത്താനുള്ള സാധ്യതയുണ്ട്. നിലവിലെ നിരക്കിൽ തന്നെ തുടരുകയാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ മാക്ഡൊണാൾഡ്സിന്റെ വില കുറയ്ക്കാൻ ഒരു കാനറി ഇൻ ദി കോൾ മൈനായി പ്രവർത്തിക്കുന്നു.
സാധാരണക്കാരൻ്റെ സാമ്പത്തിക സമ്മർദ്ദം എന്ന വ്യാപകവും ആഴത്തിലും സാധാരണക്കാരൻ്റെ സാമ്പത്തിക സമ്മർദ്ദം എത്ര വ്യാപകവും ആഴത്തിലുള്ളതുമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അതൊരു അപകടകരമായ സ്ലോ മോഷൻ തകർച്ചയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ കൃത്യം. ഒരു വലിയ ഭൂകമ്പത്തിന് പകരം തുടർച്ചയായ ചെറിയ ഭൂചലനങ്ങൾ അടിത്തറയെ ക്രമേണ ദുർബലപ്പെടുത്തുകയാണ്. സാമ്പത്തിക നയ രൂപീകരണക്കാർ ആർത്തിമാന്ത്രിക സൂചികകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥ ഉത്തരങ്ങൾ സാധാരണ അമേരിക്കക്കാരൻ്റെ ദൈനംദിന തിരഞ്ഞെടുപ്പുകളിലും ഫാസ്റ്റ് ഫുഡ് ശൃംഖലയുടെ പ്രതിരോധ തന്ത്രങ്ങളിലും കാണാം. മാക്ഡൊണാൾഡ്സിന്റെ വില കുറയ്ക്കുന്നത് വെറുമൊരു വാണിജ്യ തീരുമാനമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന്റെ ഡയഗ്നോസിസ് ആണ്. അതായത് മാക്ഡൊണാൾഡ്സിന്റെ വില കുറയ്ക്കുന്നത് കമ്പനിയുടെ തന്ത്രമല്ല, ആളുകളെ വിളിച്ചു കയറ്റാനുള്ള അവരുടെ ഒരു ദയനീയമായ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആളുകളുടെ കാശില്ലെന്നേ. അതെ, അമേരിക്ക ആണെങ്കിലും ശരി. നമ്മുടെ നാട്ടില് ജനകീയ ഭക്ഷണശാല, ഇപ്പൊ നമ്മൾ അമേരിക്കയെ കുറ്റം പറയുന്നു, പക്ഷെ നമ്മുടെ അവസ്ഥ വെച്ച് വേണം അതിന് തൽക്കാലം താരതമ്യം ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ ജനകീയ ഭക്ഷണശാലകൾ ഉണ്ടായതിൻ്റെ കാരണം എന്തായിരുന്നു? ഈ ഹോട്ടൽ ഭക്ഷണം വളരെ വില കൂടിയതായിരുന്നു. അതിൻ്റെ രുചിയിലും അതിൻ്റെ ഗുണനിലവാരത്തിലും ആളുകൾക്ക് സംശയം. അടിസ്ഥാന പ്രശ്നം വിലക്കയറ്റം. അവശ്യ സാധനങ്ങളുടെ വില കൂടുന്നു, അതിന് ആനുപാതികമായി ഹോട്ടൽ ഭക്ഷണം വില കൂടുന്നു. സാധാരണക്കാരന് ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറഞ്ഞത് 100-150 രൂപ മിനിമം ഒരു ഹോട്ടലിൽ മുടക്കിയാലേ പറ്റുള്ളൂ. ആ സമയത്താണ് നമ്മൾ ജനകീയ ഭക്ഷണശാലകൾ കൊണ്ടുവന്നത്. അതിൻ്റെ അവസ്ഥ ഇപ്പം എന്തായെന്ന് നമുക്കറിയാം. 25 രൂപ ഊണ് പറഞ്ഞത് പിന്നീട് 25 എന്നുള്ളത് 35-45, അവസാനം നിക്കക്കള്ളില്ലാതെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യ അഭിമുഖീകരിച്ച വലിയൊരു പ്രശ്നം ഇപ്പോൾ അതേ അവസ്ഥയിൽ അമേരിക്കയും അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ പണപ്പെരുപ്പം ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ പണപ്പെരുപ്പത്തോത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ അത് വന്നിട്ടില്ല വാസ്തവത്തിൽ. അപ്പോൾ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പണപ്പെരുപ്പത്തോത് ഇപ്പോൾ ഒരു സ്റ്റേബിൾ നിലയിലായിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് പലിശ നിരക്ക് വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതേ അവസ്ഥയിൽ നമ്മുടെ അമേരിക്ക ഇപ്പോൾ പണപ്പെരുപ്പത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അവർ ഈ ലോക സമ്പദ് വ്യവസ്ഥയെ മൊത്തം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് തന്നെ പണപ്പെരുപ്പത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല. അവിടെ ഒരു 2% കൂടുതൽ പണപ്പെരുപ്പം പോയാൽ സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അമേരിക്ക 2.7 ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് 6% മുകളിലാണ് പണപ്പെരുപ്പം എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഈ പണപ്പെരുപ്പം എന്താണെന്ന് ലളിതമായി മനസ്സിലാക്കിയാൽ പണത്തിൻ്റെ മൂല്യം കുറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വില കൂടുന്നു. നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനം 100 രൂപ കൊടുത്താൽ ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുക. പണത്തിൻ്റെ വാങ്ങൽ ശേഷിയിലുണ്ടാകുന്ന ഇടിവ്. അപ്പോൾ പണത്തിന് വിലയില്ലാണ്ടാകുന്നു. അമേരിക്കയിൽ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ഉള്ള സാധനങ്ങൾക്കൊക്കെ തീവില. അപ്പോൾ ഇത് ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ചില സൂചനകളാണ് ഇപ്പോൾ ഇങ്ങനെ അമേരിക്കയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ വ്യാഖ്യാനിച്ചാൽ ലോക സമ്പദ്ഘടനയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് അവരുടെ പിടി അയഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡോളറിൻ്റെ പ്രസക്തി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഈ ആഗോള ഇടപാടുകളെല്ലാം ഡോളറിൻ്റെ മൂല്യത്തിലാണ് എണ്ണിക്കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡോളറാണ് വിനിമയം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ബദൽ കറൻസികളുണ്ട്, യൂറോ ഉണ്ട്, അതേപോലെ ചൈനയുടെ കറൻസിക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നു. ഇന്ത്യൻ കറൻസികൾക്ക് കുറഞ്ഞ പക്ഷം ഏഷ്യൻ രാജ്യങ്ങളിലെങ്കിലും സ്വീകാര്യത കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഡോളറിൻ്റെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് മറ്റേ എള്ള് ചോരുന്നത് അറിയില്ല, എണ്ണ ചോരുന്നത് അറിയും എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ, അമേരിക്കയിലെ അവസ്ഥ. അപ്പോൾ അത് ഒരു ചെറിയ ടെസ്റ്റ് ഡോസുകളായിട്ട് പലയിടത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാലക്രമേണ ഈ പിടി അയഞ്ഞു പോകും. കാര്യം ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ അമേരിക്ക ആ ഇറക്കത്തിൻ്റെ പാതയിലാണ്. ഇറങ്ങി പടുകുഴിയിലെത്തിയതിന് ശേഷമേ പതുക്കെ കയറാൻ തുടങ്ങുക. അപ്പോൾ ആ ഇറക്കം അത് അനിവാര്യമാണ്, അത് പ്രകൃതി നിയമമാണ്. ആ ഒരു അവസ്ഥയിലോട്ട് തന്നെയാണ് അമേരിക്ക പോകുന്നത്.